പ്രിയമുള്ളവരെ, ഓർമ്മകൾ ഇപ്പോഴും വെള്ളാർമലയിലും ചൂരൽമലയിലും ഒക്കെയായി തങ്ങി നിൽക്കുകയാണ്. നിങ്ങളെപ്പോഴെങ്കിലും ചൂരൽമലയിലും മുണ്ടക്കയറ്റും ഈ പുഞ്ചിരിമട്ടത്തും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഈ തണുത്ത പ്രഭാതത്തിൽ ചെറിയ മഴത്തുള്ളികൾക്കിടയിൽ ചെറിയ മഞ്ഞിൻ്റെ മറയിൽ ചില മനുഷ്യരെ നിങ്ങൾക്ക് കാണാം. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടും തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ പ്രതീക്ഷകൾ കണ്ണിൽ ബാക്കി നിർത്തിയ മനുഷ്യർ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾ ദുരന്തത്തിന് ഇന്ന് 2 ആണ്ട് തികയുകയാണ്. 2024 ജൂലൈ 30 പുലർച്ചെയോടെയാണ് വയനാടൻ ഗ്രാമങ്ങൾക്കുമേൽ ആ ദുരന്തം പെയ്തിറങ്ങിയത്. ഭീതിയുടെയും കണ്ണീരിൻ്റെയും മരവിപ്പുകൾ ബാക്കി വെച്ച മഹാദുരന്തത്തിൻ്റെ ഓർമ്മകളിൽ നോഹയും കുടുംബവും ആ വലിയ കപ്പലിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അദൃശ്യമായൊരു കാത്തിരിപ്പിൻ്റെ സാന്നിധ്യം ഭൂമിയിൽ നിറഞ്ഞു. ആ നിമിഷത്തിൻ്റെ ഭാരവും മൗനവും മൃഗങ്ങൾ മനസ്സിലാക്കി. ആകാശത്തിൻ്റെ കിളിവാതിലുകളും തുറന്ന് മഴ പെയ്യാൻ തുടങ്ങി. ആദ്യ ഉൽപ്പത്തി പുസ്തകത്തിലെ വെള്ളപ്പൊക്ക വർണ്ണനയുടെ തുടക്കമാണിത്. 2 ആണ്ട് മുമ്പ് കേരളത്തിന്റെ ഹൃദയം തകർത്ത ആ പേമാരിയും പെയ്തു തുടങ്ങിയത് ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. ജൂലൈ 28 ഞായറാഴ്ച മുതലാണ് മുണ്ടക്കയിലും ചൂരൽമലയിലും മഴ ചാറിത്തുടങ്ങിയത്. തോരാതെ അതങ്ങനെ തിമിർത്തു തുടങ്ങി. ആദ്യ 24 മണിക്കൂറിൽ 200 മില്ലിമീറ്ററും അടുത്ത ദിനരാത്രിയിൽ 374 മില്ലിമീറ്ററുമായി 48 മണിക്കൂറിൽ 572 മില്ലിമീറ്റർ മഴ. നോഹയുടെ കഥ പോലെ ആകാശത്തിന്റെ കിളിവാതിലുകളെല്ലാം തുറന്നുള്ള മാറാമഴ. ആനക്കൂട്ടങ്ങൾ ചിഹ്നം വിളിക്കുന്നുണ്ട്. വളർത്തുമൃഗങ്ങളെല്ലാം എന്തോ പേടിക്കുന്നു. മഞ്ഞളരച്ച മണം പോലെ പലരും സംശയിച്ചു. ആകപ്പാടെ ഒരു അപകടഭീതി. ചിലരൊക്കെ കൂടുതൽ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറിത്തുടങ്ങി. രാത്രി കൂടുതൽ ഇരുണ്ടതോടെ പുന്നപ്പുഴ കാവലൊരുക്കുമെന്ന ആത്മവിശ്വാസത്തോടെ ഭൂരിപക്ഷം പേരും വീട്ടിൽ തന്നെ ഉറങ്ങാൻ കിടന്നു. പുലർച്ചെ 1 മണിയോടടുപ്പിച്ചാണ് ആ ഭയാനകമായ ശബ്ദം ആദ്യം കേട്ടത്. വെള്ളരിമലയിലെ വെള്ളൂരിപ്പാറയുടെ ഒരു ഭാഗം അങ്ങ് അടർത്തിയെടുത്ത് കുതിച്ചൊഴുകിയ ഉരുൾ ആദ്യമെത്തിയത് പുഞ്ചിരിമട്ടത്താണ്. മലമുകളിൽ എന്തോ സംഭവിച്ചുവെന്ന് മുണ്ടക്കൈക്കാർ നിലച്ചതാണ്. ഓടിയൊളിക്കാൻ ശ്രമിച്ചതുമാണ്. നിമിഷങ്ങൾക്കകം ഉരുൾ മുണ്ടക്കൈയിലും 2 നില കെട്ടിടത്തോളം വലിപ്പമുള്ള വലിയ വലിയ പാറക്കല്ലുകളാണ് ഉരുണ്ടെത്തുന്നത്. കൂരാക്കൂരി വിട്ടാണ്. ആർത്തലച്ചിലുകളാണ് ചുറ്റും. സുരക്ഷിതമെന്ന് തോന്നിയിടത്തേക്കെല്ലാം ജനം ഓടിക്കയറി. ജീവനായുള്ള പോരാട്ടത്തിൽ ഒട്ടനേകം മനുഷ്യർ മണ്ണിലമർന്നു. മേപ്പാടിയിലെ മൂപ്പൻസ് നഴ്സിംഗ് കോളേജിലെ എക്സിക്യൂട്ടീവായിരുന്ന നീതുവിലൂടെയാണ് ലോകം ദുരന്തത്തിന്റെ വ്യാപ്തി ആദ്യം അറിഞ്ഞത്. മുണ്ടക്കൈക്കാർക്ക് എന്താവശ്യമുണ്ടായാലും പാഞ്ഞെത്തുന്ന പ്രജീഷിനെ പോലെയുള്ളവർ ഓടിയെത്തി. എന്നാൽ പുലർച്ചെ 4:10 മുണ്ടക്കൈയുടെ ഉള്ളം പിളർത്ത് രണ്ടാമതും ഉരുൾപൊട്ടി. പ്രതീക്ഷകളെല്ലാം അവിടെ അവസാനിച്ചു. മുണ്ടക്കൈ ആകെ തുടച്ചെടുത്ത് ഉരുൾ ചൂരൽമല ടൗണിനെ ലക്ഷ്യം വെച്ച് ഇരമ്പിയിറങ്ങി. കാവലാകുമെന്ന് കരുതിയ പുന്നപ്പുഴ അതോടെ 2ആയി പിളർന്നു. അലച്ചെത്തിയ ഉരുളിനെ വെള്ളാർമല സ്കൂൾ ഒരൽപ്പം ദിശ മാറ്റിയതുകൊണ്ട് മാത്രം ചൂരൽമല ടൗൺ അപ്പാടെ മണ്ണിൽ അമർന്നു പോവാതെ ബാക്കി നിന്നു. മുത്തുമണികൾ പോലെ ചിതറിപ്പതിഞ്ഞിരുന്ന സൂചിപ്പാറ വെള്ളച്ചാട്ടം ദുരന്തപുത്രിയായി. എണ്ണമറ്റ മനുഷ്യരും തലമുറകളുടെ അധ്വാനത്തിൽ കെട്ടിപ്പടുത്ത തേയിലത്താഴ്വാരത്തിന്റെ മേൽവിലാസം ചോര കലർന്ന ചുവന്ന മണ്ണിന്റെ നിറത്തിൽ താഴേക്ക് പതിച്ചു. ദൂരെ, അങ്ങ് ദൂരെ ചാലിയാർ സങ്കടക്കടലായി.
നാട്ടുകാർ തുടങ്ങിവെച്ച രക്ഷാപ്രവർത്തനത്തിലേക്ക് പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും NDRF-ഉം ഫയർഫോഴ്സുമെല്ലാം ഒപ്പത്തിനൊപ്പം ചേർന്നതോടെ ആദ്യ സുവർണ മണിക്കൂറുകളിൽ തന്നെ രക്ഷാപ്രവർത്തനത്തിന് വേഗം കൈവന്നു. എത്തുന്ന ഇടം വരെ വാഹനങ്ങളെ എത്തിച്ച് എന്തുമെന്തും ആയുധമാക്കി രക്ഷാപ്രവർത്തകർ ജീവന്റെ തുടുപ്പുകളെ തിരഞ്ഞു. ഒരു ഭാഗത്ത് മുട്ടറ്റം ചെളിയും മറുഭാഗത്ത് ഇരമ്പിയാർക്കുന്ന പുഴയും ഒപ്പം കനത്ത മഴയും. ഇനിയും ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ എന്ന ഭീതി വേറെ. സഹജീവി സ്നേഹത്താൽ അതൊന്നും പക്ഷേ രക്ഷാപ്രവർത്തകർക്ക് തടസ്സമായില്ല. DYFI, യൂത്ത് ബ്രിഗേഡ്, യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡ്, യൂത്ത് കോൺഗ്രസ്, SSF, SKSSF, IRW വോളണ്ടിയേഴ്സ്, സേവാഭാരതി, SDPI കക്ഷിഭേദങ്ങളില്ലാതെ നാടിന്റെ പല കോണുകളിൽ നിന്ന് ഓടിയെത്തിയ എണ്ണമറ്റ യുവജന സംഘടനാ പ്രവർത്തകർ ഒരു നിമിഷം പോലും പാഴാക്കാതെ രക്ഷാപ്രവർത്തനം തുടർന്നു. ഞങ്ങള് 250 പേര് ഇവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്. ഞങ്ങളെ എന്തെങ്കിലും രീതിയിലൊന്ന് രക്ഷപ്പെടുത്താൻ വരുന്നു വല്ലാത്തൊരു അവസ്ഥയിലാണ്. ഒരു വാർത്താമാധ്യമത്തിന് ചെയ്യാവുന്നതിന്റെ പരമാവധിയും ചെയ്ത് റിപ്പോർട്ടർ വാർത്താ സംഘവും രക്ഷാപ്രവർത്തനത്തിൽ തോളോട് തോൾ ചേർന്നു. ആ 3.5 മണിക്കൂറിലെ നിലവിളികൾ ഇന്നും കാതോര തലയടിക്കുകയാണ്. ഔദ്യോഗിക കണക്ക് പ്രകാരം 298 പേരാണ് അന്ന് രാത്രി വിസ്മൃതിയിലേക്ക് മറഞ്ഞത്. 183 വീടുകൾ അപ്രത്യക്ഷമായി. 240 വീടുകൾ വാസയോഗ്യമല്ലാതെയായി. പൊന്നോമനകളെയും അച്ഛനമ്മമാരെയും കൂടപ്പിറപ്പുകളെയും നല്ല പാതികളെയും നഷ്ടപ്പെട്ടവർ. ഒരായുസിന്റെ അധ്വാനമെല്ലാം ഒരു രാത്രിയുടെ ഇരുളിൽ എങ്ങോ മറഞ്ഞു പോകുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നു. ഉരുളെടുത്ത ചൂരൽമല പാലത്തിന് പകരം ഇന്ത്യൻ സൈന്യം ഒരു രാത്രിയും പകലും കൊണ്ട് നിർമ്മിച്ച ബെയിലി പാലം ഒരു പ്രതീകമാണ്. ഏതു മഹാദുരന്തത്തിനപ്പുറവും അതിജീവനം മനുഷ്യസാധ്യമാണെന്ന സന്ദേശത്തിന്റെ പ്രതീകം. നാടിന്റെ പല കോണുകളിൽ നിന്ന് ആഹാരവും വസ്ത്രവും മരുന്നുകളും ശേഖരിച്ചെത്തിക്കുന്ന കുട്ടികൾ. രക്തദാന ക്യാമ്പുകളിൽ വയനാടിനായി രക്തം നൽകാൻ പകലന്തിയോളം വരി നിന്ന് കുറേയേറെ മനുഷ്യർ. അമ്മമാരെ നഷ്ടമായ പിഞ്ചോമനകൾക്ക് മുലപ്പാല് കരുതി വെച്ച അമ്മ മനസ്സിൽ. കച്ചവടത്തിന് വെച്ച വസ്ത്രങ്ങളും പുതപ്പുകളും അണിയിച്ച് ദുരന്തബാധിതർക്ക് ചൂട് പകർന്ന വ്യാപാരികൾ. രണ്ടു വർഷങ്ങൾക്കിപ്പുറവും ആ കണ്ണീരൊപ്പാൻ ഒപ്പമുണ്ട് ഈ നാട്. മണ്ണുറഞ്ഞുപോയ മനസ്സുകളിൽ പൂത്ത പ്രതീക്ഷകൾ വിതച്ച് കൽപ്പറ്റയിൽ സർക്കാർ ഒരുക്കിയ മാതൃകാ ടൗൺഷിപ്പ് തലയെടുപ്പോടെ ഉണർന്നു നിൽക്കുകയാണ്. തൃക്കൈപ്പറ്റയിൽ മുസ്ലിം ലീഗ് നിർമ്മിച്ച സ്നേഹഭവനങ്ങളിലും പുതിയ ജീവിതത്തിന്റെ തണൽ പൂത്തുലഞ്ഞു തുടങ്ങിയിട്ട് നാളുകളായി. ഇത് ഒരു ജനത ഒന്നായി തീർത്ത അതിജീവന ഗാഥയാണ്. സഹജീവി സ്നേഹത്തിന്റെ കേരള മോഡൽ.